മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി. ഇത് രാവിലെ നമ്മുടെ ശ്രദ്ധ യെഹെസ്കേൽ പ്രവചനം 37 അധ്യായത്തിലേക്ക് തിരിക്കാം. അവിടെ നാം കാണുന്നത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയുടെ ദർശനം യെഹെസ്കേൽ പ്രവാചകന് ലഭിക്കുന്നതാണ്. യഹോവയുടെ ആത്മാവ് യെഹെസ്കേൽ പ്രവാചകനെ താഴ്വരയുടെ ഏറ്റവും മധ്യത്തിൽ നിർത്തി അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു താഴ്വര. ആ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഈ അസ്ഥി കൂമ്പാരങ്ങളുടെ നടുവിലൂടെ യഹോവയുടെ ആത്മാവ് യെഹെസ്കേൽ പ്രവാചകനെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി എന്ന് എഴുതിയിരിക്കുന്നു. താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും അധികമായി കിടക്കുന്ന ഈ ഉണങ്ങിയ അസ്ഥികളുടെ കൂമ്പാരങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണ്. ചോദ്യം വാസ്തവത്തിൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണെങ്കിലും നമ്മെ സംബന്ധിച്ച് ആത്മീയമായ അർത്ഥത്തിൽ നമ്മോടുള്ള ഒരു ചോദ്യം കൂടെ ആയിട്ട് നമുക്കതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച ദുര്യോഗം നമുക്കറിവുള്ളതാണ്. അവർ ദൈവത്തെ മറന്നതുകൊണ്ട് ദൈവം അവരെ ചിതറിച്ചു കളഞ്ഞു. ശവക്കുഴികളിൽ കിടക്കുന്ന കേവലം ഉണങ്ങിയ അസ്ഥികൾ പോലെ അവർ ആയിത്തീർന്നു. അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും പോയി. അതിന് പകരമായി അവർ ശാപം ഏറ്റുവാങ്ങേണ്ടതായി വന്നു. അങ്ങനെ നിരാശരായി ശാപഗ്രസ്തരായി തീർന്ന ഇസ്രായേൽ ജനം കേവലം ശവക്കുഴികളിൽ കിടക്കുന്ന അസ്ഥികൾ പോലെ ആയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേൽ പ്രവാചകന് ദർശനത്തിലൂടെ ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിതത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ പിശാച് നമ്മോട് ചോദിക്കും, ഇനി നിനക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇനി നിനക്കൊരു ജീവിതമുണ്ടോ? നീ ഉണങ്ങിയ അസ്ഥിക്കഷണം പോലെ ഈ ശവക്കുഴിയിൽ ഇസ്രായേൽ ജനം കിടന്നതുപോലെയുള്ള സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇനി നിനക്കൊരു ജീവിതമുണ്ടാകും എന്ന് നീ വിചാരിക്കുന്നുവോ? നിന്റെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇനി മാറും എന്ന് നിനക്ക് വിശ്വസിക്കുവാൻ സാധിക്കുമോ? ഇത്രമാത്രം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന നിനക്ക് ഇനിയും ജീവിക്കും എന്ന് വിചാരിക്കുവാൻ സാധിക്കുമോ? നിന്റെ കഷ്ടതയൊന്നും ഇനിയും മാറാൻ പോകുന്നില്ല. നീ അനുഭവിക്കുന്നതായ ഈ പ്രശ്നങ്ങളൊന്നും തീരുന്നതല്ല. അതുകൊണ്ട് ഇനിയും നീ ജീവിക്കും എന്ന് നിനക്ക് വിചാരിക്കുവാൻ സാധിക്കുമോ? പലപ്പോഴും പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഈ ചോദ്യം കൊണ്ടുവന്നിരിക്കാം. നാം വായിച്ചതായ വേദഭാഗത്ത് എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകമായ പരാമർശം ഇങ്ങനെയാണ്: ആ അസ്ഥിക്കഷണങ്ങൾ ഏറ്റവും ഉണങ്ങിയിരുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ അസ്ഥിക്കഷണത്തെ സംബന്ധിച്ച് നാം നോക്കേണ്ടുന്നതായ കാര്യമില്ല. അതിനെ ഉപേക്ഷിക്കുകയല്ലാതെ അതിനെ തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് സാധ്യമല്ല. അത്രമാത്രം അത് ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ വല്ലാത്ത പ്രതിസന്ധികൾ നിമിത്തം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് വല്ലാതെ തകർന്നു പോയിരിക്കാം. നിങ്ങൾ ഈ ഉണങ്ങിയ അസ്ഥിക്കഷ്ണങ്ങളെ പോലെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ, പ്രത്യാശയ്ക്ക് വകയില്ലാതെ, എല്ലാം നഷ്ടപ്പെട്ടവരായി, മനസമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, സമാധാനമില്ലാത്തവരായി, ജീവിതം നിരാശാബാധിതമായി തീർന്നൊരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയാം, ഇനി രക്ഷയില്ല, ഞാൻ അത്രമാത്രം വലിയൊരു കുഴിയിലേക്ക് അകപ്പെട്ടിരിക്കുന്നു, എനിക്ക് രക്ഷയില്ല എന്ന് നിങ്ങളുടെ മനസ്സൊരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിരിക്കാം. പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് പ്രവാചകൻ എന്താണ് മറുപടി പറയുന്നത്? ജീവിക്കയില്ല കർത്താവേ, ഇത് ഏറ്റവും ഉണങ്ങിയ അസ്ഥികളാണ്. ഇനിയും ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇത് തകർന്നടിഞ്ഞു പോയതാണ്, ഇത് ശവക്കുഴിയിൽ കിടക്കുന്നതാണ്, ഇതിനിനിയും ജീവിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് പ്രവാചകൻ പറയേണ്ടുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? അങ്ങനെയല്ല. യഹോവയായ കർത്താവേ, അവിടുന്ന് അറിയുന്നു എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇന്ന് രാവിലെ നമുക്കും ഇങ്ങനെ ചിന്തിക്കുവാനും പറയുവാനും സാധിക്കണം.
കർത്താവെ, ഞാൻ ഏറ്റവും തകർന്നിരിക്കുന്നു. എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. എൻ്റെ കരങ്ങൾ ശൂന്യമായിരിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം അറ്റുപോയിരിക്കുന്നു. എനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ ആയിരിക്കുന്നു. എനിക്ക് മുൻപോട്ട് നോക്കുമ്പോൾ ശൂന്യത മാത്രം ഞാൻ കാണുന്നു. എൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്നതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പ്രശ്നത്തിന് പരിഹാരമില്ല എന്നെൻ്റെ മനസ്സ് പറയുന്നു. എന്നൊരു പക്ഷെങ്കിൽ നാം ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാട്ടെ. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനോട് ചോദിച്ചതുപോലെ നിന്നോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. മനുഷ്യപുത്ര, നീ ഉണങ്ങിയ അസ്ഥിക്കഷണം പോലെ ആയിരിക്കുന്നു. നിന്റെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുന്നു. ഇനിയും നിനക്ക് ജീവിക്കുവാൻ സാധിക്കും എന്ന് നീ വിചാരിക്കുന്നുവോ? പ്രവാചകൻ മറുപടി പറയുന്നത് പോലെ നമുക്കും പറയുവാൻ സാധിക്കട്ടെ. യഹോവയായ കർത്താവേ, അവിടുന്ന് അറിയുന്നു. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്നവർ വിധി എഴുതാറുണ്ട്. അവർ നമ്മെ നോക്കിയിട്ട് പറയാറുണ്ട്, നീ ഇനിയും ജീവിക്കുകയില്ല, നിനക്കിനി ജീവിക്കുവാൻ സാധിക്കുകയില്ല, നിന്റെ പ്രശ്നങ്ങളുടെ മുൻപാകെ നീ തകർന്നു പോകുന്നു, നിനക്ക് രക്ഷയില്ല, നിനക്ക് യാതൊരു നിലയിലും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ യാതൊരു വഴിയുമില്ല എന്ന് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ചുറ്റുപാടുകളിൽ നിൽക്കുന്നവർ പറഞ്ഞെന്നിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ മനസ്സ് പോലും നമ്മോട് പറഞ്ഞെന്നിരിക്കാം, ഇനിയും നിനക്ക് സമാധാനത്തോടെയോ സന്തോഷത്തോടെയോ ജീവിക്കുവാൻ സാധ്യമല്ല, അത്രമാത്രം നിന്റെ പ്രതിസന്ധി വലുതാണ്. ശരിയല്ലേ പ്രിയമുള്ളവരെ? ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്ന അനുഗ്രഹീതമായ ഒരു സത്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അസാധ്യം എന്ന് നാം വിധി എഴുതുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയിലൂടെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അപ്രമേയമായ ശക്തിയെ കാണിച്ചു തരുന്നതാണ് ദൈവവചനം. ദൈവം പ്രവാചകനെ കാണിച്ചു കൊടുത്ത വലിയൊരു സത്യമുണ്ട്. നോടി നേരം കൊണ്ട് ഈ അസ്ഥി കഷണങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് തൊക്കുകൊണ്ട് പൊതിഞ്ഞ് ശ്വാസം വരുത്തി അവയെ നിവർത്തി നിർത്തി ഏറ്റവും വലിയ സൈന്യമാക്കി തീർത്ത ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചുള്ള പ്രവചനമായി ദൈവാത്മാവ് യെഹെസ്കേൽ പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നത്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്നതായ ഒരു കാര്യമുണ്ട്. യഹോവയുടെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമായിട്ടുള്ളതാണ്. നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായിട്ടുള്ളതാണ്. നാം വിചാരിക്കുന്നത് പോലെ അല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. നാം ചിന്തിക്കുന്ന വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. യഹോവയുടെ വഴികൾ നമ്മുടെ വഴികളെക്കാൾ ഉന്നതമായിട്ടുള്ള വഴികളാണ്. നാം പലതും അസാധ്യം എന്ന് വിധി എഴുതുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മെ എഴുന്നേൽപ്പിക്കുന്നവനാണ് ദൈവം. യഹോവയുടെ ആത്മാവ് പ്രവാചകനിലേക്ക് വന്നപ്പോൾ അവനെ നിവർത്തി നിർത്തി എന്നാണ് നാം വായിക്കുന്നത്. അതുപോലെ നമ്മെ നിവർന്നു നിൽക്കുമാറാക്കുന്നതാണ് ദൈവവചനം. ഒരുപക്ഷെ അസ്ഥികഷ്ണങ്ങൾ പോലെ ഉണങ്ങി എല്ലാ പ്രത്യാശയും അറ്റുപോയിട്ട് എല്ലാ നിരാശയും ബാധിച്ച് ജീവിതത്തിൽ മുൻപോട്ട് നോക്കുമ്പോൾ ശൂന്യത മാത്രം കണ്ട് എല്ലാ നിലയിലും തകർന്നടിഞ്ഞു പോയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിജീവിതങ്ങൾ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുകയാണ്, നിന്നെ നിവർത്തി നിർത്തുവാനും നിന്നെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും വലിയവനായ ദൈവത്തിന് സാധിക്കും. ഇന്ന് രാവിലെ ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരുപക്ഷെങ്കിൽ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയോ പ്രശ്നങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോകുന്നവരായിരിക്കാം. രോഗബാധിതനായിരിക്കാം, ക്ഷീണിതയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വളർന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ നിവൃത്തിയില്ലാത്ത നിലയിൽ വല്ലാത്ത സങ്കടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം നിങ്ങളോട് സംസാരിക്കുന്ന അനുഗ്രഹീതമായൊരു വചനമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് നിങ്ങളെ കയറ്റുവാൻ വലിയവനായ ദൈവം മതിയായവനാണ്. ഉണങ്ങിയ അസ്ഥികഷണത്തെ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്ന പടയാളിയാക്കി മാറ്റുവാൻ കഴിവുള്ള വലിയവനായ ദൈവമാണ് നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടുന്നത്? ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇസ്രായേൽ ദൈവം മുൻപാകെ സമ്മതിച്ചതുപോലെ നമുക്കും ദൈവത്തോട് പറയാം, കർത്താവേ, ഞങ്ങൾ തകർന്നിരിക്കുന്നു, ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, എന്നെ അവിടുന്ന് രക്ഷിക്കണമേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഈ വലിയ പ്രയാസത്തിലൂടെ, പ്രശ്നത്തിലൂടെ, ഈ കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്നെപ്പറ്റിയുള്ള ദൈവഹിതം എന്താണെന്ന് അവിടുന്ന് എനിക്ക് കാണിച്ചു തരണമേ. ഈ കഷ്ടതയിലും പാട്ടുപാടുവാൻ എന്നെ സഹായിക്കണമേ. ഈ രോഗത്തിലും ക്ഷീണത്തിലും പ്രത്യാശിക്കുവാൻ എന്നെ ഇടയാക്കണമേ. അവിടുത്തെ കരത്തിൻ്റെ ശക്തിയും തലോടലും അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നിന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരം ഞങ്ങളെ തലോടുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാവിധ ആശ്വാസങ്ങൾക്കായും സന്തോഷത്തിനായും സമാധാനത്തിനായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനം പറയുന്നത് പോലെ കർത്താവേ, ഞങ്ങൾ പലപ്പോഴും തകർച്ചയിലായിട്ടുണ്ട്, ഞങ്ങൾ നിരാശയിലായിട്ടുണ്ട്, ഞങ്ങളുടെ പ്രതിസന്ധികൾ നിമിത്തം ഞങ്ങളുടെ എല്ലാ ആശയും നശിച്ചു പോയിട്ടുണ്ട്. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ നിരാശയുടെ മധ്യത്തിൽ ഞങ്ങളെ ഉയർത്തുന്ന ദൈവം അവിടുന്നാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അസാധ്യം എന്ന് പറഞ്ഞ് ലോക മനുഷ്യരൊക്കെ ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ, ഞങ്ങളുടെ മനസ്സും പലപ്പോഴും തകർന്നു പോകുമ്പോൾ, അസാധ്യതകളുടെ മധ്യത്തിൽ അനുഗ്രഹത്തിൻ്റെ സാധ്യതകളെ നൽകുന്ന വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. ആരെങ്കിലും തകർന്നിരിക്കുന്നുവെങ്കിൽ കർത്താവേ, അവിടുത്തെ സ്വർഗീയമായ കരം അവരുടെ മേൽ വെച്ച് അവരെ എഴുന്നേൽപ്പിച്ച് നിവർത്തി നിർത്തി ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ജീവിപ്പാൻ അവരെ സഹായിച്ചാട്ടെ കർത്താവേ. അവരുടെ മനസ്സിന് ആവശ്യമായ ധൈര്യവും ശരീരത്തിന് ആവശ്യമായ ബലവും ഒക്കെ നൽകി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.